അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും. ഓഡിയോ നമ്പർ 11. വിവിധ സന്ദർഭങ്ങളിലെ ദിക്ർ ദുആകൾ. നവവി റഹ്മത്തുള്ളാഹി അവരുടെ അൽ അദ്കാറിൽ നിന്ന് 44. നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്ത വ്യക്തിക്ക് നന്ദി ചെയ്യുന്നതിനുള്ള പ്രാർത്ഥന. ജസാക്കല്ലാഹു ഖൈറ, ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ പ്രതിഫലമായി നൽകട്ടെ എന്ന്. ചില ആളുകൾ താങ്ക്സ്, ശുക്രിയ, നന്ദി ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊന്നും ഹദീസിൽ വന്നിട്ടുള്ളതല്ല. ഇതാണ് പ്രാർത്ഥന, ഇതാണ് നാം ചൊല്ലേണ്ടത്. തിരിച്ച് അദ്ദേഹത്തിന് വേണ്ടി അന്തും ഫജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറയാം. താങ്കൾക്കും അള്ളാഹു നന്മ പ്രതിഫലം നൽകട്ടെ എന്ന്. ജസാക്കല്ലാഹു ഖൈറ എന്ന് അദ്ദേഹം പറയുമ്പോൾ നാം തിരിച്ച് അന്തും ഫജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറയാം. ഇനി കടം തിരിച്ചു കൊടുക്കുമ്പോൾ കടം തന്നയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വ മാലിക ഇന്നമാ ജസാഉ സലഫി അൽഹംദു വൽ അദാ. ബാറക്കല്ലാഹു ലക, അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചെയ്യട്ടെ. ഫി അഹ്ലിക വ മാലിക, താങ്കളുടെ അഹ്ലി കുടുംബത്തിലും താങ്കളുടെ സമ്പത്തിലും. ഇന്നമാ ജസാഉ സലഫി, കടത്തിൻ്റെ പ്രതിഫലം എന്നത്, ഒരാൾ കടം നൽകിയാൽ ആ കടം കൊടുത്ത വ്യക്തി അയാൾക്കുള്ള പ്രതിഫലം എന്നത് അൽഹംദു, അയാൾക്കുള്ള സ്തുതി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒക്കെയാണ്. വൽ അദാഉ, ആ കടം വീട്ടലും ആണ്. കടം വാങ്ങിയ ആളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം അതാണ് എന്നർത്ഥം. അപ്പോൾ ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വ മാലിക ഇന്നമാ ജസാഉ സലഫി അൽഹംദു വൽ അദാ. ഇനി നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനായി ഒരാൾ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പ്രാർത്ഥിച്ചാൽ, നമുക്ക് വേണ്ടി ഒരാൾ ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ, നാം തിരിച്ച് വഫീക്കും ബാറക്കല്ലാഹ്, അള്ളാഹു താങ്കൾക്കും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇബ്നു സുന്നി. ഇനി ഒരാൾ തൻ്റെ കുടുംബത്തിലോ സ്വത്തിലോ അനുഗ്രഹങ്ങൾ കണ്ട് ആശ്ചര്യപ്പെടുമ്പോൾ, അതായത് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഒരു നന്മ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടാൽ, നമ്മൾ കൃഷിയിലാവട്ടെ, കച്ചവടത്തിലാവട്ടെ, ഉദ്യോഗത്തിലാവട്ടെ, നമ്മുടെ കുടുംബത്തിലാവട്ടെ ഒക്കെ, മാഷ അള്ളാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് എത്രയേ ഇതല്ല. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന്. ഇത് സൂറത്തുൽ കഹ്ഫിലെ 39-ാം ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ദിക്റാണ്. ഈ വിഷയത്തിൽ ഒരു ഹദീസും വന്നിട്ടുണ്ട്, അത് ദുർബലമാണ്. എന്നിരുന്നാൽ പോലും ചെറിയ ദുർബലതയുള്ളൂ. മാത്രമല്ല ഇത് ആയത്ത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലാം. മറ്റൊന്ന് 48. നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായി കാണുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട് പണി, ആ വീടൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ ഹൈറായ രൂപത്തിൽ അത് പൂർത്തിയായി. അതല്ലെങ്കിൽ നമ്മുടെ മകന് അല്ലെങ്കിൽ മകൾക്ക്, സഹോദരന് ബന്ധപ്പെട്ട ഒരാൾക്ക് ജോലി കിട്ടി എന്ന വാർത്ത. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം അത് അതേപടി നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നടന്ന് പൂർത്തിയായി കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമ്മളെപ്പോഴും അള്ളാഹുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പൂർത്തിയായി അല്ലെങ്കിൽ കാണുമ്പോൾ നാം ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലതി, എങ്ങനെയുള്ള അള്ളാഹു, ബിനിഅമതിഹി, അവൻ്റെ നിഅമത്ത് കൊണ്ട്, തത്തിമ്മു സ്വാലിഹാത്ത്, സൽക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നല്ല വാഴ വെച്ചിരുന്നു, അത് കുലക്കാറായി അല്ലെങ്കിൽ കുലച്ചു, പക്ഷെ മുറ്റിയിട്ടില്ല. ആ സമയത്ത്, മുറ്റാറായ സമയത്ത് നല്ല കാറ്റ് വന്നിട്ട് അത് മറിഞ്ഞു വീണത് നമ്മൾ കാണുക. നേരം വെറുതെ എണീറ്റ് പോയി നോക്കുമ്പോൾ ഇത് മറിഞ്ഞു വീണ്, അല്ലെങ്കിൽ തോട്ടം ഒന്നാകെ, തോട്ടത്തിലുള്ള വാഴകളൊക്കെ ഒന്നിച്ച് മറിഞ്ഞു വീഴുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? പണ്ടാരടക്കാനുള്ള കാറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അതിൽ ക്ഷമിക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് ചൊല്ലുക. അപ്പോൾ നന്മ പൂർത്തീകരിച്ചതായിട്ട് നല്ല സന്തോഷകരമായിട്ടുള്ള സംഗതികൾ കാണുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത് എന്നും, നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നും പ്രാർത്ഥിക്കാം.